സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് പറയുന്നവരോടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ധാരാളം അഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഡെയിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ നമ്മുടെ ബോഡിക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിനിന് സദാസമയം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ അഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കാറുണ്ട്, ഞാൻ കാറ് വാങ്ങി, എനിക്കൊരു കാറുണ്ട്, എനിക്ക് സ്വന്തമായി കാറുണ്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നു. ഈ ആവർത്തിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കറിയാം നമ്മൾ കാറല്ല ഡ്രൈവ് ചെയ്യുന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു 2 വീലറാണ്. അത് നമ്മുടെ ബോധ മനസ്സിനെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കും. കാറ് അത് സത്യമായ കാര്യത്തിനെ, അത് അനുഭവിച്ചറിയുന്ന കാര്യത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡീനെ ഒരു കാർ ഓടിക്കുന്ന നിലയിലേക്ക് മാറ്റണം. ഒരു ഡ്രൈവർ, നമ്മൾ കാർ മേടിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് 4 വീലർ ഓടിക്കാനായിട്ടുള്ള എന്ത് വേണം? അത് ആദ്യം ഓടിക്കാൻ പഠിക്കണം. അറിയുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവരാണെങ്കിൽ അത് പഠിക്കാൻ വേണം, ലൈസൻസ് എടുക്കുകയും വേണം. അപ്പോൾ എപ്പോൾ എനിക്ക് കാറ് കിട്ടിയാലും എനിക്ക് ഓടിക്കാം എന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാവും അല്ലേ? പിന്നത്തെ കാര്യം, നമ്മൾ 2 വീലർ ഓടിക്കുമ്പോഴും ഒരു കാർ ഓടിക്കുന്ന ഫീല് നമ്മുടെ ശരീരത്തിൽ വരുത്തുക. നമ്മൾ കാറിൻ്റെ ഗിയർ മാറ്റുന്നതും സ്റ്റിയറിങ് തിരിക്കുന്നതും ഹോൺ അടിക്കുന്നതും അതിനകത്ത് പാട്ട് വയ്ക്കുന്നതും ഫാമിലിയോടൊപ്പം പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ, ഇപ്പം നമ്മുടെ 2 വീലറിൽ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആണ് നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ മനസ്സിൽ വിചാരിക്കുക നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു കാറാണെന്ന്. അങ്ങനെ ഒരു ധാരണ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കണം. അപ്പോഴാണ് ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവേറ്റ് കഴിഞ്ഞാൽ ആ മുറിവേറ്റ മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ കിട്ടുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല മഴയോ മഞ്ഞോ ഒക്കെ നമ്മൾ കൊള്ളുന്ന സമയത്ത് നമ്മൾ നനയുന്നുണ്ട്, മഞ്ഞ് വീഴുന്നുണ്ട്, മഴ നമ്മുടെ ദേഹത്ത് പൊഴിയുന്നുണ്ട് എന്ന് നമ്മുടെ ബോഡിയിൽ അത് കിട്ടുന്ന സമയത്താണ്, ആ മെസ്സേജ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. ശരിക്ക് ആ ഒരു മെസ്സേജ് കിട്ടാത്ത ഒരു വ്യക്തി, അതായത് തലച്ചോറിലേക്ക് ആ ഒരു മെസ്സേജ് കിട്ടാത്ത, ആ കണക്ഷൻ വിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം നിർവികാരമായിരിക്കും, ഒരു ഡമ്മി ആയിരിക്കും. അയാൾക്ക് മഴ നനഞ്ഞാലും ആ ബോഡിയിൽ പ്രശ്നം ഉണ്ടാവില്ല, ആൾ അറിയില്ല അല്ലേ? വേദനിച്ചാലും അറിയില്ല. നമ്മൾ സ്ട്രോക്കൊക്കെ വന്ന ആളുകളുടെ ആ ശരീരഭാഗത്തിൽ നമ്മൾ തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് ആ ഒരു കണക്ഷൻ പോകുന്നില്ല, തലച്ചോറിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നില്ല. ആ മെസ്സേജ് പാസ് ചെയ്യാതെ വരുമ്പോൾ ആ ഏരിയയിൽ നമ്മൾ അവരെ ഉപദ്രവിച്ചാലും നോവിച്ചാലും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ മെസ്സേജ് അവർക്ക് വേദനയുടെ ആണെങ്കിൽ പോലും മറ്റെന്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു ഇമോഷൻ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ആക്റ്റീവാണ്, നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ ഉള്ളതെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫീലിംഗ് ആണ് നമ്മുടെ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് ബ്രെയിനിനോട് പറയുക നമുക്കിതുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും ബ്രെയിൻ? അപ്പോൾ നമുക്ക് ആ ഒരവസ്ഥയിൽ ജീവിതം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നമുക്ക് കൊണ്ടുതരും, നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അത്തരം വ്യക്തികളിലേക്ക്, അത്തരം സംഭവങ്ങളിലേക്ക്, അത്തരം സാഹചര്യങ്ങളിലേക്കെല്ലാം നമ്മളുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾ ശരിക്കുള്ള നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇല്ലായ്മയാണെന്ന് കരുതുക. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ മൊത്തം ആ ഇല്ലായ്മ കാണിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഫേമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും, നമ്മുടെ മേക്കപ്പ് ആണെങ്കിലും, നമ്മുടെ യാത്രയാണെങ്കിലും, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ എന്താണോ നമ്മൾ കറൻറ്റിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി അതിനെയാണ് കാണിക്കുക. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ട വീട്ടിലെ ആണെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിലെല്ലാം അത് കാണിക്കും. നമ്മളൊരു വലിയ സ്ഥാപനത്തിൽ എന്തെങ്കിലും വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെ വില കുറഞ്ഞ വസ്തുക്കൾ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാത്രമായിരിക്കും ആര് പോവാം?
ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ആളുകൾ പോവുക. കാരണം അവർ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുക. തങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനം മറ്റതിലേക്ക് നോക്കത്തു പോലുമില്ല. കുറച്ച് റിച്ച് ആയിട്ടുള്ള പ്രീമിയം ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ പോലും കൊടുക്കത്തില്ല. അത് സെൽഫായിട്ട് പറയുകയാണ്, നമ്മളങ്ങോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് ബഡ്ജറ്റ് ഇല്ല, നമ്മളതല്ല എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയും അവർ സ്വയം വീണ്ടും വീണ്ടും ദരിദ്രമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. നമ്മളൊരു റിച്ചായ ആളുകളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് ധനികനായ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ രീതി ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലേ? അവരുടെ സംസാര രീതി വ്യത്യാസമായിരിക്കും. അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്, ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, അത് ഭയങ്കര വ്യത്യാസമായിരിക്കും. നമുക്ക് ഏത് ആൾക്കൂട്ടത്തിലും ധനികനായ ഒരു വ്യക്തിയെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ കുറച്ച് ദരിദ്രനായ വ്യക്തിയെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പാവപ്പെട്ട വീട്ടിലെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഉയർന്നു വരാൻ പറ്റുക? കാരണം അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവരങ്ങനെയാണല്ലോ എന്ന് നമ്മൾ ചോദിക്കും. നമ്മളുടെ ചിന്താഗതിയെ മാറ്റിയിട്ട് ഒപ്പം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാറ്റുക. നമ്മൾ ഒരല്പം പ്രീമിയമായിട്ട് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യുക. വേഷവിധാനങ്ങളിൽ നമ്മളുടെ ഹിസ്റ്ററി വിളിച്ച് പറയുന്ന രീതിയിലായിരിക്കരുത്. നമ്മുടെ ഹിസ്റ്ററി, നമ്മളൊരു കുറച്ച് സാമ്പത്തികമായിട്ട് താഴ്ചയുള്ള ഫാമിലിയിലുള്ളവരാണെങ്കിൽ അത് നമ്മളെ കാണുന്ന ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യരുത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ വേഷവിധാനങ്ങൾ ഉണ്ടാവേണ്ടത്. വളരെ നീറ്റായിട്ട് നമ്മൾ വസ്ത്രധാരണം ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുക. നമുക്ക് താഴെയുള്ള വ്യക്തികൾ, വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഉള്ള സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്കഷന് വേണ്ടി ഒരു മാറ്ററാക്കി എടുക്കാതിരിക്കുക. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിനെ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ പറ്റി ഇമാജിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിനെ ഇമാജിൻ ചെയ്യുക. പ്രീമിയം ആയിട്ടുള്ള വസ്തുക്കൾ കാണുമ്പോൾ ആളുകൾക്കൊരു ഭയം ഉണ്ടാവും, അത് പണക്കാരുടെയാണ്, അല്ലെങ്കിൽ പണമുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്, അവർക്ക് വാങ്ങേണ്ടതാണ്, അവരാണത് നോക്കേണ്ടത്, നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നമ്മളങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, ആ ഷോപ്പ് പ്രീമിയം ആളുകളുടെയാണ്, നമ്മുടെ അല്ല, അങ്ങനത്തെ ഒരു ഇല്ലെങ്കിൽ നമ്മളൊന്ന് പോവുക, ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടുത്തെ വസ്തുക്കൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, അതിൻ്റെ വില എന്തൊക്കെയാണ് എന്നൊക്കെ അന്വേഷിക്കുക. ഞാനത് വാങ്ങും, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്കത് വാങ്ങണം എന്നുള്ളൊരാഗ്രഹവും അത് വാങ്ങണം എന്ന് തന്നെ പറയുക. അല്ലാതെ ഒരിക്കലും ഞാനത് വാങ്ങില്ല, എനിക്കത് വാങ്ങാൻ പറ്റില്ല, അതിന് പറ്റിയ ജീവിത സാഹചര്യമല്ല, ഞാനത് നോക്കണ്ട, ഞാനത് കാണണ്ട എന്ന് പറയുകയും നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളേനെ അത് പഠിപ്പിക്കുകയും ചെയ്യരുത്. അത് വാങ്ങരുത് കേട്ടോ, അത് നമുക്ക് പറ്റിയതല്ല കേട്ടോ, അത് കാശുകാർക്കുള്ളതാട്ടോ, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മക്കളെ പഠിപ്പിക്കാതിരിക്കുക. നമ്മളും പറയാതിരിക്കുക. എത്ര വില കൂടിയ വസ്തുവാണെങ്കിലും, എത്ര ഹൈ റേഞ്ചിലുള്ളതാണെങ്കിലും ഞാനും അത് വാങ്ങും എന്ന് പറയാം. ഈ ഭൂമിയിലുള്ള സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ വേണ്ടാന്ന് തീരുമാനിക്കുന്ന സാധനം, നമുക്കുള്ളതല്ല എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടാൻ പോണില്ല. അത് നമ്മളിൽ നിന്ന് അകന്നു പോകുകയേ ഉള്ളൂ. നമ്മൾ വേണം, ഞാനും വരും, എനിക്കും അത് കിട്ടണമെന്ന് പറയുമ്പോഴാണ് ആ വസ്തുവിനും നമ്മളിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവുക അല്ലേ? അതിപ്പോൾ എല്ലാ സാധനങ്ങളും ഒരു എനർജിയാണ്. നമ്മളൊരു അപരിചിതനെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ചാൽ അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും. അപരിചിതനാണെങ്കിൽ കൂടി നമ്മളോടൊരു അടുപ്പം തോന്നും. അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അതുപോലെ എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെ. നമ്മൾ അതിനെ നോക്കിയിട്ട് ഞാനത് വാങ്ങും, എനിക്കത് വേണം എന്ന് പറയുമ്പോൾ ആ വസ്തുവിൽ നിന്നും ഒരു എനർജി നമ്മളിലേക്ക് വരും. അത് നമ്മളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പോഴേ തുറന്നു വരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങളോട് നോ പറയേണ്ടതില്ല. അതിനെ വേണമെന്ന് തന്നെ വിചാരിക്കുക, വേണമെന്ന് തന്നെ ആഗ്രഹിക്കുക. ശരീരഭാഷ മാറ്റുക. ഒരു പോലീസുകാരനാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പോലീസുകാരൻ്റെ ശരീരഭാഷ പഠിക്കുക. ഞാനിപ്പോൾ ഒരു പോലീസുകാരനാണ് എന്ന് വിശ്വസിച്ചിട്ട് ഒരു പോലീസുകാരൻ്റെ ശരീരഭാഷ പഠിക്കുക, അയാളുടെ വസ്ത്രധാരണ രീതി പഠിക്കുക, അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ ബിഹേവിയറും പഠിക്കുക, നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക. നിങ്ങൾ PSC എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് PSC എഴുതാനുള്ള അവസരം വരും. ഒരു പോലീസിൽ എത്തിച്ചേരാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിച്ചോ അത് നിലവിൽ നിങ്ങളാണ് എന്ന് വിശ്വസിച്ചിട്ട് അതിൻ്റേതായ ഒരു ശരീരഭാഷ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ശരീരം കൊണ്ട് അതായി മാറുക.
ആ രൂപവും ആ ഭാവവും ആ നടപ്പും എല്ലാം നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചിത്രീകരിക്കുക. എല്ലാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ബ്രെയിൻ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ബ്രെയിൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കറൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കാനായിട്ടാണ്. അതിൻ്റെ കംഫർട്ട് സോൺ അതാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ തുടരാനാണ് ബ്രെയിൻ ആഗ്രഹിക്കുക. നമ്മളിപ്പോൾ ദരിദ്രമായ അവസ്ഥയിലാണെങ്കിൽ നമ്മളെ അത് തുടരാനായിട്ട് ബ്രെയിൻ ആഗ്രഹിക്കുകയും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു റിച്ച് സിറ്റുവേഷനാണ്. ഒരു പോലീസിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു മോഡലോ ഒരു ആക്ട്രസോ ആണ്. ആ ഒരു സിറ്റുവേഷനെ നമ്മുടെ ബോഡിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിൽ തുടരാൻ വേണ്ടിയിട്ട് നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരും. അതുകൊണ്ട് എല്ലാവരും ബോഡി ലാംഗ്വേജ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി ലാംഗ്വേജിലേക്ക് വരുത്തുന്ന മാറ്റം, അത് നിങ്ങൾ റിച്ച് ആണെങ്കിലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിലും ശരി, വ്യക്തിത്വമാണെങ്കിലും ശരി, അത് ബോഡി ലാംഗ്വേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അന്ന് ഇത്രയും നാൾ നടക്കാതിരുന്ന ആഗ്രഹങ്ങളും അവസരങ്ങളൊക്കെ പെട്ടെന്ന് ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും നല്ലത് വരട്ടെ കേട്ടോ. എന്തെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനടിയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ അയക്കാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. എനിക്കറിയാവുന്നതും ഞാൻ പഠിച്ചതുമായ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.